Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ബിസിനസ് അനലറ്റിക്സ്. സോ നമ്മൾ ആദ്യം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആണ് ചെയ്യാറ്. ബട്ട് ഒരുപാട് കുട്ടികൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളുടെ വീഡിയോ ആദ്യം ഒന്ന് ഇടാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു റിസ്ക് ആണ് എടുക്കുന്നത്. നമുക്ക് 4 SC ആണല്ലോ വരുന്നത്. അപ്പോൾ ഒരു 4-5 ചോദ്യങ്ങൾ കറക്റ്റായിട്ട് നൽകുകയാണ്. അപ്പോൾ അതിൽ നിന്ന് 2 എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങൾ പരമാവധി കവർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ബിക്കോസ് SCക്ക് ഒരുപാട് സ്കോപ്പ് ഉള്ള ഒരു സബ്ജക്റ്റാണ്. അതിൽ നിന്ന് പിക്ക് ചെയ്ത് കറക്റ്റ് ഒരു 4-5 തരാമെന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യണ ആദ്യത്തെ ചോദ്യം എന്നാ പിടിച്ചോ, നിർബന്ധമായും പഠിക്കുക. ഡാറ്റ അനലിറ്റിക്സ് എന്താണ്, ഡാറ്റ അനലിറ്റിക്സ് എന്താണ്, അതിൻ്റെ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് ആദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിർബന്ധമായും പഠിക്കുക കേട്ടോ. SA. മൂവിങ് ടു നമ്പർ 2, നമ്മൾ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നതാണ് ബിസിനസ് ഇൻ്റലിജൻസ് എന്താണ്, ബിസിനസ് ഇൻ്റലിജൻസ് എന്താണ്. ദെൻ അതിൻ്റെ ബെനഫിറ്റ്സ് നോക്കാം കേട്ടോ, ബെനഫിറ്റ്സ്, അതുപോലെ തന്നെ കോമ്പോണൻസ്. ഓക്കെ, വരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ബെനഫിറ്റ്സ്. ഇനി അടുത്തതായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് നോർമലൈസേഷൻ എന്താണ്. നോക്കാം, നോർമലൈസേഷൻ എന്താണ്. ദെൻ പ്രാക്ടിക്കൽ യൂസസ് ഓഫ് നോർമൽ ഫോംസ്. Explain the practical uses of normal forms. Okay, the normalization എന്താണ്, explain the practical uses of normal forms. മറ്റ് ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. Then next എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യം പെർഫോമൻസ് അനാലിസിസ്. ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്. പെർഫോമൻസ് അനാലിസിസ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ് ടു കണ്ടക്ട് പെർഫോമൻസ് അനാലിസിസ്. സ്റ്റെപ്സ് ടു കണ്ടക്ട് പെർഫോമൻസ് അനാലിസിസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നൊരു ചോദ്യം എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ് ടൂൾസിൻ്റെ ഫീച്ചേഴ്സ്. എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ് ടൂൾസിൻ്റെ ഫീച്ചേഴ്സ്. ഇതാണ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നതാണ് ഒരെണ്ണം ഡാഷ്ബോർഡ് എന്താണ്, ഡാഷ്ബോർഡ്സ് എന്താണ്, അതിൻ്റെ കോമ്പോണൻസ്, അതുപോലെ തന്നെ ബെനഫിറ്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ SCക്ക്. ഒന്നും കൂടിയും പറയണു, ബാലൻസ് സ്കോർ കാർഡും കൂടി നോക്കിക്കോളൂ കേട്ടോ. ചിലപ്പോൾ വരാം ബാലൻസ് സ്കോർ കാർഡ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, മറ്റു കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് 4 ചോദ്യങ്ങളാണ് എക്സാമിന് വരുന്നത്. 2 എഴുതിയാൽ മതി. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഡാറ്റ അനലിറ്റിക്സ് എന്താണ്, അതിൻ്റെ ടൈപ്സ്, ബിസിനസ് ഇൻ്റലിജൻസ് എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സ്, കോമ്പോണൻസ്, നോർമലൈസേഷൻ, പ്രാക്ടിക്കൽ യൂസസ് ഓഫ് നോർമൽ ഫോംസ്, പിന്നെ പെർഫോമൻസ് അനാലിസിസ്. ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ് 4ാമത് പറഞ്ഞത് കേട്ടോ.
അതിൻ്റെ സ്റ്റെപ്സ് ടു കണ്ടക്ട് പെർഫോമൻസ് അനാലിസിസ്, ദെൻ എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ് ടൂൾസിൻ്റെ ഫീച്ചേഴ്സ്, ഡാഷ്ബോർഡ്സ് എന്താണ്, അതിൻ്റെ കോമ്പോണൻസ്, ബെനിഫിറ്റ്സ്, ബാലൻസ് സ്കോർ കാർഡും കൂടി നോക്കാം കേട്ടോ. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സ്, പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.